നീർനിന്ന് കടന്നിട്ട് വരെ നമുക്ക് എത്രയോ ദിവസങ്ങളായി മരിക്കുന്നതിനേക്കാളും മുമ്പിൽ ഒന്ന് നീർനിന്ന് കടന്നിട്ട് മരിച്ചാൽ മതിയേനും എല്ലാരും നമ്മളെ ഒന്ന് സഹായിക്കണം. നമ്മക്ക് ഒരു വീടായിട്ട് തരണം, എല്ലാരും കൂടി സഹായിച്ചിട്ട്. നമ്മളുടെ സ്വപ്നാണ്, നമ്മക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നാസർ പൂരൻ. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള മാളത്തിൽ എന്ന സ്ഥലത്ത് പായം പഞ്ചായത്തിൽപ്പെട്ട 6-ാം വാർഡിൽ താമസിക്കുന്ന നസീമയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ദയനീയാവസ്ഥയാണ് ഈ കാണുന്നത്. ഒറ്റ മുറിയിൽ ഒരു കുടുംബം 8 വർഷമായി താമസിക്കുകയാണ്. വളരെയധികം പ്രയാസം. ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും, ഒന്ന് നമസ്കരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. വളരെ ദയനീയാവസ്ഥയിലാണ് ഈ വീടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒക്കെ എല്ലാവരും ഈ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു വീട് ഈ സഹോദരിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. PC പോക്കർ ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ്. എല്ലാവരും ഈ അകമഴിഞ്ഞ് സഹായിക്കണം. PC പോക്കർ അതിനെ പറ്റി പറയും. അസ്സലാമു അലൈക്കും. 8 വർഷത്തോളമായി നസീമ, അവരുടെ ഭർത്താവും 3 കുട്ടികൾ ഒറ്റമുറി വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിതം നയിച്ചു പോരുകയാണ്. ഈ കുട്ടികൾക്ക് 100% അർഹിക്കുന്നതാണ് പരസഹായം എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മാടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ക്രിസ്ത്യൻ പള്ളിയുടെ വികാരിച്ചനാണ്. ഏതൊരാളുടെയും വലിയ സ്വപ്നവും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് വാസയോഗ്യമായൊരു ഭവനം. ഈ ഭവനത്തെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വാസയോഗ്യമായൊരു ഭവനമില്ല. ഇവർ താമസിക്കുന്ന ദയനീയ സാഹചര്യം ഞങ്ങൾ എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പായം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിന്റെ മെമ്പറാണ്. എന്റെ പേര് ഷൈജൻ ജേക്കബ്. ഈ പറഞ്ഞ കുടുംബം നസീം